രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ സത്യം തെളിയട്ടെ എന്ന് ഷാഫി പറമ്പിൽ MLA. നീതി ലഭിക്കേണ്ടവർക്ക് ലഭിക്കട്ടെ. ഇക്കാര്യത്തിൽ CPMന്റെ ഉപദേശം വേണ്ടെന്നും ഷാഫി പറഞ്ഞു. ഞങ്ങൾ അതിനകത്ത് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അദ്ദേഹം അറസ്റ്റിലായി എന്നുള്ളത്. അത്തരം ഒരു ലോ എടുക്കുന്ന ഒരു പ്രൊസീഡിംഗിലും ഒരു പ്രൊസീജിയറിലും അതിന് തടസ്സമായി കോൺഗ്രസ് പാർട്ടിയോ അതിന്റെ ഒരു നേതാവോ ഞങ്ങൾ ആരും വന്ന് നിന്നിട്ടില്ലല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ പാർട്ടിയിലെ സസ്പെൻഷൻ കഴിഞ്ഞു. ആ സസ്പെൻഷന് ശേഷം പരാതി ലഭിച്ചപ്പോൾ പാർട്ടി തന്നെ അത് പോലീസിന് കൈമാറി. ഇപ്പോ അതിന്റെ ശേഷം തന്നെ പാർട്ടി ഡിസ്മിസലും കഴിഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇപ്പൊ നിയമപരമായ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നീതി നടക്കട്ടെ. എന്താണോ സത്യസന്ധമായ കാര്യങ്ങൾ അത് ഈ നിയമപരമായ പ്രൊസീജിയറിൽ പുറത്തു വരട്ടെ. ആ പുറത്തു വരുന്നതിനനുസരിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമം തീരുമാനിക്കട്ടെ. അതിന് തടസ്സമായിട്ട് കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയിലെ സഹപ്രവർത്തകരോ സുഹൃത്തുക്കളോ ആയ ആരും ഞങ്ങൾ ഒരു ലീഗൽ പ്രൊസീജിയറിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ ഷീൽഡുമായി ഞങ്ങൾ ആരും ഇറങ്ങി നിന്നിട്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ സാഹചര്യങ്ങളും പാർട്ടി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിക്ക് സമീപം ഡിജിറ്റൽ പ്രസിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കി. തീ പടരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. കടയിലേക്ക് എത്തിയ ഇയാൾ ബാഗിൽ നിന്നും കുപ്പിയെടുത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കി കത്തിക്കുകയായിരുന്നു. കടയിലെ ജീവനക്കാരിക്കും പൊള്ളലേറ്റു. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഇന്ന് വിവാഹം നടക്കാനിരിക്കെ പ്രതിശ്രുത വരന വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. ചെമ്പഴന്തി ചെല്ലമംഗലം സ്വദേശി രാകേഷാണ് മരിച്ചത്. KSRTC സ്വിഫ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. വെളുപ്പിന് 1 മണിയോടെ പാങ്ങപ്പാറ മാങ്കുഴിയിലായിരുന്നു അപകടം. കാട്ടായിക്കോണം സ്വദേശിയുമായി ഇന്ന് വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടം. രാകേഷ് ഓടിച്ചിരുന്ന ബൈക്ക് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ശ്രീകാര്യം പോലീസ് കേസെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.